ചില്ലി ചിക്കനും കോളിഫ്ലവർ ചില്ലിയും ഒക്കെ കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതുമായ തക്കാളി ചില്ലിയുടെ റെസിപ്പി കണ്ടാലോ. ഇത് മെയിനായിട്ട് ദോശ, ചപ്പാത്തി, പൊറോട്ട, കുബൂസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിന് കോമ്പിനേഷനായിട്ട് കൊടുക്കാൻ പറ്റിയ കറിയാണ്. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. വളരെ വലുതൊന്നും അല്ലാതെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചിപ്സൊക്കെ പോലെ നേരിയതായിട്ട് കട്ട് ചെയ്യരുത്, അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. ഭയങ്കര കട്ടിയാക്കിയിട്ട് ചെയ്താൽ ഫ്രൈ ചെയ്യുന്ന ടൈമിന് അത് കുക്കാകാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കാണിക്കുന്ന ഒരു തിക്നെസ്സിലൊക്കെ കട്ട് ചെയ്താൽ മതി. ഏകദേശം ഒരു സെൻറ്റിമീറ്ററിലൊക്കെ കുറച്ച് കുറവായിട്ടുള്ളതാണ് അതിൻ്റെ തിക്നെസ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ടൊമാറ്റോ ചില്ലിയൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഞാനിവിടെ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്തിട്ടും ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട. ടൊമാറ്റോ ആണ്, പെട്ടെന്ന് കുക്കായി കിട്ടും. കോളിഫ്ലവറും ചിക്കനിലൊക്കെ ചെയ്യുന്ന പോലെ ഇതങ്ങനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയൊന്നും വേണ്ട. ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ തന്നെയാണ് പാനിൽ വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വശം ജസ്റ്റ് ഒന്ന് സാൾട്ട് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പം അത് മറച്ചിടണം. എന്നിട്ട് മറച്ചിട്ട ഭാഗത്തും ജസ്റ്റ് ഒന്ന് സാൾട്ട് ആക്കി കൊടുക്കണം. പിന്നെ അത് മറച്ചിട്ട് ആ നെക്സ്റ്റ് ഭാഗത്ത് കുറച്ച് പെപ്പർ തൂവി കൊടുക്കണം. പിന്നെ അത് മറച്ചിട്ട് അടുത്ത ഭാഗത്തും കുറച്ചൊന്ന് പെപ്പർ ആക്കി കൊടുക്കണം. ടൊമാറ്റോ ഫ്രൈ ചെയ്യുന്ന നേരം കൊണ്ട് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കാം. നോർമലി ചില്ലി റെസിപ്പിക്ക് വേണ്ടുന്നത് പോലെ ഒനിയനും ക്യാപ്സിക്കും ഒക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചില്ലി ചിക്കന് വേണ്ടി ഉള്ളി മുറിക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള സ്ക്വയേഴ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് സ്ക്വയേഴ്സ് ആക്കിയിട്ടാണ്, എന്നാലും ചെറിയ സ്ക്വയേഴ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പച്ചമുളക് എരിവിനാവശ്യത്തിന് എടുക്കാം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഇത് എത്ര മെഷർമെൻറ്റിൽ എടുക്കണം എന്നറിയണമല്ലോ. അപ്പോൾ ഈ ടൊമാറ്റോ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാകുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഇല്ലേ, ഏതാണ്ട് അതിലും കുറച്ച് കുറവായിട്ട് ഉള്ളി എടുക്കാം. ഉള്ളി കട്ട് ചെയ്തത് എടുക്കാം. ഉള്ളി എടുത്ത അളവിൽ തന്നെ ക്യാപ്സിക്കം എടുക്കാം. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മെഷർമെൻറ്റ് മാറിയാലൊന്നും ഈ ചില്ലി റെസിപ്പിക്ക് വലിയ കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിലല്ലേ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ മിക്സിയിലൊന്നും ഇട്ട് നമുക്കത് ക്രഷ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കത്തി വെച്ചിട്ട് തന്നെ ഇങ്ങനെ പൊടി പൊടിയായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എഗെയിൻ ഞാനിവിടെ പാം ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണിൽ കുറവായിട്ട് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് ശീലിച്ചത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാകുമ്പോൾ ജിഞ്ചർ ഗാർലിക്ക് ഫസ്റ്റ് ചേർക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ശീലിച്ചത് കൊണ്ട് ആദ്യം ഓനിയൻ ചേർത്തതാണ്. ഓനിയൻ പെട്ടെന്ന് സോട്ടായി കിട്ടാൻ അതിലേക്ക് ഉപ്പ് ചേർക്കണം. ടൊമാറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് കൂടി പോകാത്ത രീതിയിൽ വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. മഞ്ചൂരിയൻ റെസിപ്പീസിന് ഉള്ളി ഒരുപാട് അങ്ങ് വേവൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് സോട്ടാകുമ്പോൾ തന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കവും അതുപോലെ ഗ്രീൻ ചില്ലിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അറിയാലോ, ഉള്ളിയുടെ അത്ര പോലും ക്യാപ്സിക്കം കുക്കാവണ്ട. ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടി ചേർക്കേണ്ട ടൈമാണ്. 1/2 ടീസ്പൂണിൽ കുറവായിട്ടേ മഞ്ഞൾപ്പൊടി എടുക്കുന്നുള്ളൂ. ഗരം മസാല ഏതാണ്ട് അത്ര തന്നെ എടുത്തിട്ടുണ്ട്. എരിവ് കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് കാശ്മീരി ചില്ലിയാണ് എടുത്തത്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി എടുത്ത അതേ അളവിൽ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ചില്ലി റെസിപ്പീസിൽ പൊതുവെ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല. എന്നാൽ ഇത് തക്കാളിക്ക് നന്നായിട്ട് മേച്ചാകും എന്നുള്ളത് കൊണ്ടാണ് ചേർത്തത്. പിന്നെ തക്കാളി നമ്മൾ മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനിത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മസാലപ്പൊടികളെല്ലാം ഒരുമിച്ചെടുത്തിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, അതിനുശേഷം മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ആദ്യമേ ചേർത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ കുറേ തവണ ഉണ്ടാക്കി നോക്കിയിട്ട് ബെറ്റർ ആയിട്ട് തോന്നി. ഇങ്ങനെ ചെയ്താലാണ് നല്ലത് എന്ന് തോന്നിയിട്ടുള്ള ചില്ലി ചിക്കൻ്റെതും സോയാ ചില്ലിയുടെയും അതുപോലെ ഗോബി മഞ്ചൂരിൻ്റെ ഒക്കെ വീഡിയോ ചാനലിലുണ്ട്, കണ്ടു നോക്കണം. അതൊക്കെ ഉണ്ടാക്കുന്ന നേരം കണ്ടു നോക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. ഇനി സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് സോയാ സോസും 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെങ്കിൽ ഇത് ടൊമാറ്റോ ആണല്ലോ ഫ്രൈ ചെയ്തിടുന്നത്. അപ്പോൾ അതിന് ഓൾറെഡി ഒരു പുളിരസം കൂടുതലുള്ളതാണല്ലോ. അപ്പോൾ ഈ കറിക്ക് പുളി കൂടുതലാകാതെ ശ്രദ്ധിച്ചിട്ട് വേണം സോസ് ചേർത്ത് കൊടുക്കാം. സോസ് ഒഴിച്ചത് നന്നായിട്ട് ചൂടാകാനുള്ള ടൈം കൊടുക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്ത ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ആക്കിയും കൊടുത്താൽ ടൊമാറ്റോ ചില്ലി റെഡി. അവസാനം ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കയ്യിലുണ്ടെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ ഒരാൾക്ക് 1 തക്കാളി എന്ന രീതിക്ക് എത്ര ആളാണ് ഉള്ളത് അത്രയും തക്കാളി എടുത്താൽ മതി. ഒരുപാട് ചെറിയ തക്കാളി എടുക്കേണ്ടതാണ്. തക്കാളി കറി എന്നതൊക്കെ മാറ്റിയിട്ട് നീർദോശയ്ക്ക് കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ടൊമാറ്റോ ചില്ലി ഉണ്ടാക്കിയത്. ചപ്പാത്തിക്കും ബ്രെഡിനും പൊറോട്ടയ്ക്കും കുബൂസിനും ഒക്കെ ഇത് മാച്ചാകും. ഇത് ബാച്ചിലേഴ്സിനൊക്കെ തട്ടിക്കൂട്ടാൻ പറ്റിയ റെസിപ്പിയാണ്. വീഡിയോ യൂസ്ഫുൾ ആയി ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം.
പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.